സ്വാഗതം. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് എഗ് നൂഡിൽസും വിത്ത് പാസ്ത ആൻഡ് ചില്ലി ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നൂഡിൽസിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ എഗ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് പ്ലെയിൻ നൂഡിൽസ് എടുത്തിട്ടുണ്ട്, പാസ്ത എടുത്തിട്ടുണ്ട്, കുറച്ച് എഗ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ നൂഡിൽസിന് വേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസിന്റെ ആവശ്യമാണ്. അപ്പൊ ഇത്രയും നമ്മുടെ എഗ് നൂഡിൽസിനും വിത്ത് പാസ്തയ്ക്ക് ഇത്രയും ഐറ്റംസ് ആണ് ആവശ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ചില്ലി ചിക്കനിലോട്ട് പോവാം. ചില്ലി ചിക്കൻ ആവശ്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഓണിയൻസ്, ചില്ലി, പിന്നെ നമ്മുടെ ഇത് എല്ലാ സോസുകളും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കൻ ആവശ്യമാണ്. ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലി സോസും ഡാർക്ക് സോയയും റെഡ് ചില്ലി സോസും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ഇതേ കളറിൽ തന്നെ കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വരണം. കുറച്ച് ടൊമാറ്റോയും നമുക്ക് ആവശ്യമാണ്, നമ്മൾ അതും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ വാട്ടർ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇത്രയും സോസുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചേക്കുകയാണ്. അതിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും സാൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ പാസ്ത ഇടുമ്പോൾ തമ്മിൽ ഒട്ടാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 2 ടൈപ്പ് പാസ്ത നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ നൂഡിൽസും ആഡ് ചെയ്യാം. ഓരോ നൂഡിൽസിന്റെ പാക്കറ്റുകളിലും അതുപോലെ തന്നെ പാസ്തയുടെ പാക്കറ്റിലും എത്ര മിനിറ്റ് വീതമാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മളെല്ലാവരും കുക്ക് ചെയ്യാൻ. അടുത്തതായി നമുക്ക് മുട്ട ചിക്കി എടുക്കാം. കുറച്ച് സാൾട്ടും കൂടെ ചേർത്ത് നല്ലവണ്ണം വേണം. നല്ലോണം ബാറ്റർ ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് നല്ലോണം ചിക്കി എടുക്കാം. നൂഡിൽസും പാസ്തയും നമ്മളിവിടെ വേവിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ മുട്ട കറക്റ്റായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറിൽ. അതിനുശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്ത് നമ്മളിപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് നൂഡിൽസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്കൊരു സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്.
ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യണം. ചൈനീസ് ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ കുക്ക് ചെയ്യണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ നല്ല ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഒരുപാട് വെന്ത് പോകണ്ട. ചെറിയ വേവോട് കൂടി എടുത്താൽ മതിയാവും. അതിന് നമ്മൾ നല്ല ചൂടായ ഓയിലിൽ നല്ല വെജിറ്റബിൾസ് ഇങ്ങനെ ഇട്ട് വഴറ്റുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നമുക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഈ വെജിറ്റബിള് നമ്മൾ അങ്ങനെ കുക്കായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ചുമപ്പ് നിറമോ മഞ്ഞ നിറമോ പച്ച ഏതോ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് പച്ച കളർ ക്യാപ്സിക്കം. നമുക്ക് ഇതിൽ സ്പ്രിംഗ് ഒണിയനൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇത്രയും സാധനങ്ങളെ യൂസ് ചെയ്തിട്ടുള്ളൂ. സാധനങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ അപ്പോൾ ഒരു പച്ച മണം മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് സോയ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് കുരുമുളക് അതിന് മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം. കുറച്ച് സോസ് കൂടി നമുക്ക് ടൊമാറ്റോ സോസ്. വീണ്ടും നമുക്ക് 2 ഫോർക്ക് ഉപയോഗിച്ച് അതിനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം നമ്മൾ ഫോർക്ക് വെച്ച് ഇങ്ങനെ വെജിറ്റബിൾസ് നൂഡിൽസുമൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ കറക്റ്റ് അതിൻ്റെ പരുവമായി കഴിഞ്ഞു. ഇനി കുട്ടികൾക്ക് സ്വാദിഷ്ടമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റോടെ പിള്ളേർക്ക് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഒരു കേരള സ്റ്റൈല് ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. അതിനായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇവിടെ കാണുന്നത്. ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൽ റെഡ് ചില്ലി, ഡാർക്ക് സോയ, ഗ്രീൻ ചില്ലി, കോൺഫ്ലോർ എന്നിവയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, കുറച്ച് ചില്ലി നമുക്ക് ആവശ്യമുണ്ട്, ടൊമാറ്റോ, പിന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും നമുക്ക് ആവശ്യമുണ്ട്. ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എണ്ണയിലോട്ട് ഇട്ടു. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുകയാണേ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ
ചില്ലി ചിക്കൻ വയ്ക്കാനുള്ള പാത്രം ഇവിടെ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടായി കഴിഞ്ഞു. അതിലേക്കായി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചേർക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കയ്യിൽ കൂടെ തന്നെ വച്ചേക്കണം. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇവിടെ എണ്ണ ചൂടായി കഴിഞ്ഞു. അതിലേക്കായി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓണിയനും ചില്ലിയും ചേർക്കാം. ഓണിയൻ നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. കൂടുതൽ കുറയ്ക്കുന്നത് കുട്ടികൾക്ക് കൂടുതൽ ഓണിയൻ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്കായി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സാൾട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണ് നമുക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ല തിളപ്പിച്ചെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ അതിനെ തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് നമുക്കതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡീപ് ഫ്രൈയോ അതോ സോഫ്റ്റോ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.